ഹലോ എല്ലാവർക്കും നമസ്കാരം. ഞാൻ നിങ്ങളുടെ ക്വാറന്റൈൻ ടീച്ചർ. ഞാൻ ഇന്ന് വന്നേക്കുന്നത് ഒരു പുതിയ വീഡിയോ ആയിട്ടാണ്. +2 ബയോളജി ഇൻ മോളിക്കുലർ ബേസിസ് ഓഫ് ഇൻഹെറിറ്റൻസ് എടുത്തുകൊണ്ടിരിക്കുകയായിരുന്നു. അതിലെ ആദ്യത്തെ പോർഷൻ കഴിഞ്ഞു. അപ്പോൾ ആർക്കും ഡൗട്ടൊന്നും ഇല്ലയെന്ന് വിശ്വസിക്കുന്നു. ഉണ്ടെങ്കിൽ ചോദിക്കാം. അപ്പോൾ നമുക്ക് അടുത്ത പോർഷനിലോട്ട് പോകാം. അതിനു മുൻപ് നിങ്ങൾ ഈ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തേക്കൂ. അതുപോലെ തന്നെ ബെല്ലൈക്കൺ ഒന്ന് ക്ലിക്ക് ചെയ്തേക്കൂ. ഈസി ആയിട്ട് നോട്ടിഫിക്കേഷൻസ് കിട്ടുന്നതായിരിക്കും. ഓക്കെ, ക്ലാസ്സിലോട്ട് പോകാം. അപ്പോൾ നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ ഓൾറെഡി എന്തൊക്കെ പഠിച്ചായിരുന്നു? നമ്മൾ DNA സ്ട്രക്ചർ പഠിച്ചായിരുന്നു, പോളിന്യൂക്ലിയോടൈഡ്സ് ചെയിൻസിൻ്റെ ലിങ്കേജസ് പഠിച്ചായിരുന്നു, ബോൺസുകൾ പഠിച്ചായിരുന്നു. പിന്നെ നമ്മൾ എന്താണ് ന്യൂക്ലിക് ആസിഡ്, ന്യൂക്ലിയോടൈഡ്സ്, ന്യൂക്ലിയോസോംസ് എന്താണെന്ന് പഠിച്ചായിരുന്നു. പ്യൂറിൻസ്, പിരമിഡിൻസ് ഒക്കെ നമ്മൾ പഠിച്ചിട്ടുണ്ട്. ബേസിക് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ പഠിച്ചു. എന്തുകൊണ്ട് DNA സ്റ്റേബിളായി, RNA എന്തുകൊണ്ട് സ്റ്റേബിൾ ആയില്ല? കാരണം എന്താണ്? RNAയിൽ 2' പൊസിഷനിൽ OH ഗ്രൂപ്പ് ഉണ്ട്. OH വളരെ അധികം റിയാക്റ്റീവാണ്. ആരെ കണ്ടാലും റിയാക്ട് ചെയ്യും. അതുകൊണ്ട് തന്നെ RNA അൺസ്റ്റേബിൾ ആയിട്ട് മാറി. അപ്പോൾ ഇത്രയൊക്കെ നമ്മൾ പഠിച്ചു വന്നുകൊണ്ടിരിക്കുകയായിരുന്നു. അവിടെ വെച്ച് ഞാൻ നിർത്തി. നമുക്ക് അടുത്ത് ബാക്കി കണ്ടിന്യൂ ചെയ്യാം. അപ്പോൾ നമ്മുടെ ഫ്രെഡറിക് മീഷർ എന്ന് പറയുന്ന ഡോക്ടർ 1869 ഒരു പേഷ്യൻറ്റിൽ WBC നോക്കിയപ്പോൾ, അതായത് പസ് സെൽസ് WBC നോക്കിയപ്പോൾ ന്യൂക്ലിയസിനകത്ത് ഒരു സാധനം കണ്ടു. അപ്പോൾ പുള്ളിക്ക് അറിയത്തില്ല അത് DNA ആണ് എന്തെന്നൊന്നും അറിയത്തൊന്നുമില്ല. അപ്പോൾ ഫ്രെഡറിക് മീഷർ ഒരു പേര് കൊടുത്തു, ന്യൂക്ലിൻ. ന്യൂക്ലിൻ എന്ന് വെച്ചാൽ വേറൊന്നുമില്ല, ന്യൂക്ലിയസിനകത്തിരിക്കുന്ന സാധനമായതുകൊണ്ട് ന്യൂക്ലിയിൻ എന്ന് പേര് കൊടുത്തു. അതിനെ പറ്റിയിട്ട് ഒരുപാട് റിസർച്ചസ് നടന്നു. എന്താണ് ആ സംഭവം എന്നൊക്കെ പറഞ്ഞിട്ട് കണ്ടുപിടിക്കാൻ. ആ ഒരു ടൈമിലാണ് നമ്മുടെ വാട്സൺ ആൻഡ് ക്രിക്ക് തിരശീല ഉയർത്തിക്കൊണ്ട് മുൻപോട്ട് വരുന്നത്. എന്തുമായിട്ട്? DNAയുടെ ഒരു ഡബിൾ ഹെലിക്കൽ സ്ട്രക്ചറുമായിട്ട് മുന്നോട്ട് വരുന്നത്. നമുക്കറിയാവുന്ന കാര്യം, നമുക്കിപ്പോൾ അറിയാവുന്ന കാര്യം, ഡിയോക്സി റൈബോ ന്യൂക്ലിക് ആസിഡ് DNA എന്ന് പറയുമ്പോൾ എന്താണ്? അസിഡിക് സബ്സ്റ്റൻസ്. അതിലൊരു പേര് തന്നെ ഉണ്ട്, ന്യൂക്ലിക് ആസിഡ്. ആസിഡ് എന്ന് പറയുമ്പോൾ അസിഡിക് സബ്സ്റ്റൻസ് ആണ് DNA. അപ്പോൾ നമ്മുടെ വാട്സൺ ആൻഡ് ക്രിക്ക് കൊണ്ടുവന്ന ഈ ഒരു മോഡൽ, ഡബിൾ ഹെലിക്സ് മോഡലിന് ഒരു പ്രത്യേകതയുണ്ട്. അതിൻ്റെ മെയിൻ ഹോൾമാർക്ക് എന്ന് പറയുന്നത് ആ മോഡലിൽ ഉണ്ടായിട്ടുള്ള ബേസ് പെയർസ് എന്ന് പറഞ്ഞാൽ എന്താണ്? നൈട്രജൻ ബേസസ്, 2 സ്ട്രാൻഡിലുമുള്ള നൈട്രജൻ ബേസസ് പെയർ ചെയ്യുന്നു, കണക്ട് ചെയ്യുന്നുണ്ട്. അതാണ് ഡബിൾ ഹെലിക്സ് മോഡലിൻ്റെ ഒരു ക്രക്സ് എന്ന് പറയുന്നത്. അതായത് ഒരു സ്ട്രാൻഡിൽ ബേസ് പെയർസുകളുണ്ട്, കുറേ ബേസ് പെയർസുകളുണ്ട്. ഓപ്പോസിറ്റ് സ്ട്രാൻഡിൽ കുറച്ച് ബേസ് പെയർസുകളുണ്ട്. ഈ ബേസുകൾ നൈട്രജൻ ബേസസുകളുണ്ട്. ഈ നൈട്രജൻ ബേസസ് തമ്മിൽ കണക്ട് ചെയ്യുകയാണ് ത്രൂ ഹൈഡ്രജൻ ബോൺസ്. അത് ഞാൻ വിശദമായിട്ട് അങ്ങോട്ട് പറയുന്നുണ്ട്. ഇപ്പം ജസ്റ്റ് കേട്ടിരിക്കുക. ഹൈഡ്രജൻ ബോൺസ് വെച്ചിട്ട് കണക്ട് ചെയ്യുന്നുണ്ട്. ഓക്കെ, നമുക്കിനി NCERT വരാം കേട്ടോ. DNA is an acidic substance present in the nucleus, was first identified by Frederick Meijer in 1869. He named it as nuclein. Okay. However, due to technical limitation in isolating such a long polymer intact, the elucidation of the structure of DNA remained elusive for a long period of time. അതൊന്നും വേണ്ട ആവശ്യമില്ല. Okay. In 1953, ആ ഇയർ നോക്കി വയ്ക്കാം, Watson and Crick, based on X-ray diffraction data produced by Maurice Wilkins and Rosalind Franklin, proposed a very simple but famous double helix model for the structure of DNA. ഇവിടെ നമുക്ക് ഈ സെൻറ്റൻസിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത് വാട്സൺ ആൻഡ് ഫ്രാൻസിസ് ക്രിക്ക് ഇൻ 1953 ഡബിൾ ഹെലിക്സ് മോഡൽ. ഈ 3 വേർഡ്സും ഇമ്പോർട്ടൻ്റ് ആണ്. One of the hallmarks of their proposition was base pairing between the 2 strands of the polynucleotide chains. However, this proposition was based on the observation of the Erwin Chargaff's that for a double-stranded DNA, the ratio of the adenine and thymine and guanine and cytosine are constant and equals to 1. അത് ഞാൻ സ്പീഡിൽ വായിച്ചു പോയിട്ടോ. എന്താണെന്ന് വെച്ചാൽ ഈ വാട്സൺ ആൻഡ് ക്രിക്ക് ഈ ഡബിൾ ഹെലിക്സ് മോഡൽ കൊണ്ടുവന്നത് നമ്മുടെ വേറൊരു സയൻറ്റിസ്റ്റായ എർവിൻ ചാർഗോഫ്സിൻ്റെ റൂളാണ്, ചാർഗോഫ്സ് റൂൾ. ഈ റൂള് പറയുന്നത് അഡിനിൻ തൈമിൻ, അതുപോലെ തന്നെ അഡിനിൻ തൈമിൻ്റെ റേഷ്യോയും ഗ്വാനിൻ സൈറ്റോസിൻ്റെ റേഷ്യോയും എടുത്തു കഴിഞ്ഞാൽ ഇവരുടെ 2 പേരുടെ റേഷ്യോ ഒന്നുകിൽ 1 ആയിരിക്കും അല്ലെങ്കിൽ ഒരു കോൺസ്റ്റൻറ്റ് നമ്പർ ആയിരിക്കും എന്നാണ് നമ്മുടെ ചാർഗോഫ്സ് റൂൾ പറയുന്നത്. ഇതിൻ്റെ ബേസിസിലാണ് നമ്മുടെ വാട്സൺ ആൻഡ് ക്രിക്ക് ഡബിൾ ഹെലിക്സ് മോഡൽ കൊണ്ടുവന്നത്. ഓക്കെ. The base pairing confers a very unique property to the polynucleotide chains. They are said to be complementary to each other, and therefore, if the sequence of the bases in one strand is known, then the sequence in other strand can be predicted. എന്ന് വെച്ചാൽ നമുക്ക് ബേസ് പെയർ ആണ് ശരിക്കും ഈ മോഡലിൻ്റെ ഒരു യൂണീക്ക് ക്യാരക്ടർ എന്ന് പറയുന്നത്.
നമുക്കിപ്പോൾ ഒരു കോംപ്ലിമെൻ്ററി സ്ട്രാൻഡ് തന്നു. ഒരു സ്ട്രാൻഡിൽ ഞാൻ പറഞ്ഞില്ലേ, ഒരു സ്ട്രാൻഡ് ഉണ്ടെങ്കിൽ ആ സ്ട്രാൻഡിന് 2 എൻഡ്സ് ഉണ്ടാകും. അതിൽ ഒരെണ്ടെന്ന് പറയുന്നത് 5' എൻഡ്, മറ്റേ എൻഡെന്ന് പറയുന്നത് 3' എൻഡ്. ഇതിൻ്റെ കോംപ്ലിമെൻ്ററി സ്ട്രാൻഡ് എന്ന് പറയുന്നത് 2 എൻഡ് ഉണ്ടാകും. 5' വരുന്നിടത്ത് ആൻറ്റി പൊളാരിറ്റി, ഇപ്പം 5' വന്നിടത്ത് ഓപ്പോസിറ്റ് വരുമ്പോൾ 3' ആയിരിക്കും വരുന്നത്. ആൻറ്റി പാരലൽ പൊളാരിറ്റി എന്ന് പറയും അതിനെ. അതായത് ഒരു സ്ട്രാൻഡ് ഉണ്ട് 5' 3' എൻഡാണ്, അതിൻ്റെ കോംപ്ലിമെൻ്ററി സ്ട്രാൻഡ് എന്ന് പറയുന്നത് 3' 5' എൻഡ് ആയിരിക്കും. അപ്പോൾ നമുക്കിപ്പോൾ ഒരു സ്ട്രാൻഡ് തന്നിട്ടുണ്ട്, എപ്പോഴും ചോദിക്കുന്ന ക്വസ്റ്റ്യൻ ആണ്, നമുക്കൊരു സ്ട്രാൻഡ് തന്നിട്ട് അതിൻ്റെ കോംപ്ലിമെൻ്ററി സ്ട്രാൻഡ് എഴുതാനായിട്ടൊരു ക്വസ്റ്റ്യൻ ഉണ്ടാകും. ഫോർ എക്സാമ്പിൾ 5' 3' ഒരു സ്ട്രാൻഡ്, ആ സ്ട്രാൻഡിലെ ബേസിസ് എന്ന് പറയുന്നത് ACT എന്ന് തന്നിട്ടുണ്ട്. ഞാൻ ഇപ്പോൾ ചെറിയ സ്ട്രാൻഡ് പറയുകയാണ്, ACT തന്നിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ എഴുതുമ്പോൾ എന്ത് ചെയ്യും, 3' 5' എയിൻ്റെ അവിടെ ആരായിരിക്കും വരുന്നത്, എപ്പോഴും അഡിനിൻ തൈമിനുമായിട്ടാണ് ബോണ്ട് ചെയ്യുന്നത്, സൈറ്റോസിൻ ഗ്വാനിനുമായിട്ട് ബോണ്ട് ചെയ്യുന്നു. അപ്പോൾ ഇനി നോക്കുക, ACT ആണെങ്കിൽ എന്ത് ചെയ്യും, അഡിനിൻ തൈമിനുമായിട്ട് ബോണ്ട് ചെയ്യുന്നു. അപ്പോൾ തിരിച്ച് വരുമ്പോൾ 3' 5' ACT. അപ്പോൾ TGA മനസ്സിലായോ, എങ്ങനെ TGA വന്നു എന്ന്? അഡിനിൻ തൈമിനുമായിട്ട് ബൈൻഡ് ചെയ്യുന്നു, സൈറ്റോസിൻ ഗ്വാനിനുമായിട്ട് ബൈൻഡ് ചെയ്യുന്നു. അടുത്ത് ഇവിടെ തൈമിനാണ് വന്നിരിക്കുന്നത്, തൈമിൻ പിന്നെയും അഡിനിനുമായിട്ട് ബോണ്ട് ചെയ്യുന്നു. അപ്പോൾ അങ്ങനെയാണ് നമ്മുടെ കോംപ്ലിമെൻ്ററി സ്ട്രാൻഡ് എഴുതേണ്ടത്. 5' to 3' ആണെങ്കിൽ കോംപ്ലിമെൻ്ററി സ്ട്രാൻഡ് എഴുതുമ്പോൾ എങ്ങനെ എഴുതും, 3' to 5' അങ്ങനെയാണ് എഴുതേണ്ടത്. ഓക്കെ. ഇനിയിപ്പോൾ നമ്മൾ വേറൊരു പ്രത്യേകത എന്ന് പറയുന്നത് പാരൻറ്റ് സ്ട്രാൻഡ്. അതായത് ഇപ്പോൾ നമ്മളൊരു സ്ട്രാൻഡ് എടുത്തു, ആ സ്ട്രാൻഡ് നമ്മൾ പാരൻറ്റ് സ്ട്രാൻഡാക്കി എടുത്തു. കാരണം അതിൽ നമ്മൾ ഡോട്ടർ സ്ട്രാൻഡ്സിനെ ഉണ്ടാക്കാൻ പോവുകയാണ്, വേറെ 2 കുഞ്ഞ് സ്ട്രാൻഡ്സിനെ ഉണ്ടാക്കാൻ പോവുകയാണ്. അപ്പോൾ ഈ ഡോട്ടർ സ്ട്രാൻഡ്സ് എന്ന് പറയുന്നത് ആരിൽ നിന്നാണോ, അതായത് പാരൻറ്റ് സ്ട്രാൻഡിൽ നിന്നാണ് ഡോട്ടർ സ്ട്രാൻഡ് ഉണ്ടാക്കിയിരിക്കുന്നത്. ഈ പാരൻറ്റ് സ്ട്രാൻഡിന് അതേ ഐഡൻറ്റിക്കലായിരിക്കും ഇപ്പോൾ ഈ ഫോം ചെയ്യുന്ന ഡോട്ടർ സ്ട്രാൻഡ് എന്നുള്ള ഒരു പോയിന്റ് കൂടെ നമ്മുടെ NCERT പറയുന്നുണ്ട്. ഓക്കെ, ആ സെൻറ്റൻസ് അവിടെ. ഓൾസോ ഇഫ് ഈച്ച് സ്ട്രാൻഡ് ഫ്രം എ DNA, let us call it as parental DNA, acts as a template for the synthesis of a new strand. പുതിയൊരു സ്ട്രാൻഡ് ഉണ്ടാക്കാൻ പോവുകയാണ്. The 2 double-stranded DNA, let us call them as daughter DNA, thus produced would be identical to the parental DNA. Parental DNAയുടെ അതേ സ്വഭാവം തന്നെയായിരിക്കും നമ്മുടെ ഡോട്ടർ സ്ട്രാൻഡ്സിന് ഉണ്ടാകുന്നത്. ഓക്കെ, ഇനി നമ്മൾ പഠിക്കാൻ പോകുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഏരിയയായ സാലിയൻറ്റ് ഫീച്ചേഴ്സ് ഓഫ് DNA ആണ്. നമ്മൾ സ്ട്രക്ചർ ഓഫ് DNA ആണ് പഠിക്കുന്നത്. ഇത് ബോർഡ് എക്സാം ക്വസ്റ്റ്യനുമാണ്, അതുപോലെ തന്നെ എൻട്രൻസ് ക്വസ്റ്റ്യൻസ് വരുന്ന ഒരു ഏരിയയാണ്. ഐഡൻറ്റിഫൈ ദ റോങ് സ്റ്റേറ്റ്മെൻറ്റ് എന്ന് പറഞ്ഞാൽ ഏറ്റവും കൂടുതൽ ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യനാണ്. പിന്നെ പല ബേസ് പെയേഴ്സിൻ്റെ ഡിസ്റ്റൻസ് എത്രയാണ് എന്നൊക്കെയുള്ള 1 word ക്വസ്റ്റ്യൻസ് ഒക്കെ വരുന്ന ഏരിയയാണിത്. ഓരോ പോയിൻറ്റ്സ് ആയിട്ട് പോകാം. നമ്മൾ പഠിച്ച കാര്യങ്ങൾ തന്നെ ജസ്റ്റ് നോക്കുന്നു. It is made up of 2 polynucleotide chains where the backbone is constituted by sugar phosphate and the base projects inside. അപ്പോൾ നമ്മൾ പറഞ്ഞ എന്താണ്, DNA എന്ന് പറയുന്നത് എന്താണ്, ഇറ്റ് ഈസ് പോളിന്യൂക്ലിയോടൈഡ് ചെയിൻ അല്ലേ. പോളിന്യൂക്ലിയോടൈഡ് ചെയിൻ DNAക്ക് എന്താണ് നമുക്ക് ഓൾറെഡി അറിയാമെന്നുള്ള കാര്യം, ഡബിൾ സ്ട്രാൻഡഡ് ആണെന്നറിയാം. ഈ ഡബിൾ സ്ട്രാൻഡ് അതുകൂടാതെ തന്നെ ഞാൻ പഠിപ്പിച്ചു, ഒരു ന്യൂക്ലിയോടൈഡ് വരുമ്പോഴത്തേനും അതിൻ്റെ ബാക്ക് ബോൺ എന്ന് പറയുന്നത് എന്താണ്, ഷുഗർ ആൻഡ് ഫോസ്ഫേറ്റ് ഗ്രൂപ്പുകളാണെന്ന് പഠിപ്പിച്ചു. ഇതുകൂടാതെ നേരത്തെ ഞാൻ പറഞ്ഞു തന്നത് വേറൊരു കാര്യം കൂടിയുണ്ട്, ബേസസ് എങ്ങോട്ട് തിരിഞ്ഞാണ് നിൽക്കുന്നത്, 2 സ്ട്രാൻഡ് ഉണ്ടെങ്കിൽ ബേസസ് അകത്തോട്ട് തള്ളിയാണ് ഇരിക്കുന്നത്. അതേ പോയിൻ്റാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. മനസ്സിലായല്ലോ. സെക്കൻഡ് പോയിന്റ്, the 2 chains have anti-parallel polarity. It means if one chain has the polarity 5' to 3' end, then the other has 3' to 5' end. Simple. അതായത് ഒരു സ്ട്രാൻഡ് ഉണ്ട്, ഒരു സ്ട്രാൻഡിന് 5' to 3' end ആണ് അതിൻ്റെ പൊളാരിറ്റി എങ്കിൽ നെക്സ്റ്റ് സ്ട്രാൻഡ് എന്ന് പറയുന്നത് എങ്ങനെയായിരിക്കും, അതിൻ്റെ ഓപ്പോസിറ്റ് 3' to 5' end ആയിരിക്കും എന്നാണ് അടുത്ത പോയിന്റ് പറയുന്നത്. അടുത്ത് നമ്മൾ പറയുന്നത് ഹൈഡ്രജൻ ബോൺസിനെ പറ്റിയിട്ടാണ്. അപ്പോൾ ഞാൻ പറഞ്ഞു അഡിനിൻ തൈമിനുമായിട്ട് മാത്രമേ ബോണ്ട് ചെയ്യത്തുള്ളൂ, സൈറ്റോസിൻ ഗ്വാനിനുമായിട്ടേ ബോണ്ട് ചെയ്യത്തുള്ളൂ. അപ്പോൾ വേറൊരു പോയിന്റ് പറഞ്ഞിരുന്നു, ഇവർ ബോണ്ട് ചെയ്യുന്നത് എന്ത് ബോണ്ട് വെച്ചിട്ടാണ്, ഹൈഡ്രജൻ ബോണ്ട് വെച്ചിട്ടാണ് ഫോം ചെയ്യുന്നത്. ഈ ഹൈഡ്രജൻ ബോണ്ട് ഐഡിനിനും തൈമിനുമായിട്ടാണ് ഫോം ചെയ്യുന്നതെങ്കിൽ, ബോണ്ട് വരുന്നതെങ്കിൽ അവിടെ 2 ഹൈഡ്രജൻ ബോണ്ട്സുകൾ കാണാൻ സാധിക്കും. അതുപോലെ തന്നെ ഗ്വാനിൻ സൈറ്റോസിനുമായിട്ട് ബോണ്ട് ചെയ്യുമ്പോൾ അവിടെ 3 ഹൈഡ്രജൻ ബോണ്ട്സ് കാണാൻ സാധിക്കും. അതാണ് ഇവിടെ പറയുന്നത്, ദ ബേസസ് ഇൻ ദ 2 strands ആർ പെയർഡ് ത്രൂ ഹൈഡ്രജൻ ബോണ്ട്സ് ഫോമിംഗ് ബേസ് പെയർസ്. ഓക്കെ, അഡിനിൻ ഫോംസ് 2 hydrogen bonds with thymine from opposite strand and vice versa. Similarly, guanine is bonded with cytosine with 3 hydrogen bonds. As a result
always a purines comes opposite to the pyrimidines. Yes, അതെന്ന് വെച്ചാൽ അഡിനിൻ എന്താണ്, പ്യൂറിനാണ്. നമ്മൾ എന്താണെന്ന് എക്സാമ്പിൾ പഠിച്ചു, പ്യൂറിൻ AG പഠിച്ചു, പിരമിഡിൻ കട്ട് പഠിച്ചു അല്ലേ. അപ്പോൾ അഡിനിൻ എന്ന് പറയുന്നത് അഡിനിൻ എന്ന് പറയുന്നത് പ്യൂറിൻ, തൈമിൻ എന്ന് പറയുന്നത് നമ്മുടെ പിരമിഡിൻസ് ആണ്. അപ്പോൾ പ്യൂറിൻ എപ്പോഴും ഒരു പിരമിഡിനുമായിട്ടാണ് ബോണ്ട് ചെയ്യുന്നത്. ഓക്കെ, അത് നമ്മൾ പഠിച്ചു. Next, then two chains are coiled in right-handed fashion. The pitch of the helix is 3.4 nanometer and there is roughly 10 base pairs in it. അത് ഞാൻ പറഞ്ഞുതരാം. ഇപ്പോൾ ഈ ഡബിൾ ഹെലിക്സ് എന്ന് പറയുന്നത് റൈറ്റ് ഹാൻഡഡ് ഫാഷനിലാണ് കോയിൽ ചെയ്തിരിക്കുന്നത്. അതായത് ഇങ്ങനെയാണ് കോയിൽ ചെയ്തിരിക്കുന്നത്, ഇങ്ങനെ പോവാണ്, റൈറ്റ് സൈഡിൽ നിന്ന് ഇങ്ങനെ പോവാണ്. അപ്പോൾ ഇതിൻ്റെ പിച്ച് എന്ന് പറയുന്നത് 3.4 നാനോമീറ്റർ. ഒറ്റ വളയത്തിൽ 10 ബേസ് പെയർസ് കാണാൻ കഴിയും. ഈ 10 ബേസ് പെയർസിലും ഓരോ ബേസ് പെയർസ് രണ്ട് ബേസ് പെയർസിൻ്റെ ഇടയ്ക്ക് കുറച്ച് ഡിസ്റ്റൻസ് ഉണ്ടാകുമല്ലോ. ആ ഡിസ്റ്റൻസ് ആണ് അടുത്ത് പറയുന്നത്. Roughly 10 base pairs in each turn. Consequently, the distance between the base pairs in a helix is approximately 0.34 nanometer. ഇതിനെ ആംസ്ട്രോങ് ആക്കി പറയുമ്പോഴത്തേന് 3.4 ആംസ്ട്രോങ് എന്ന് പറയും. ഇതുപോലെ തന്നെ ഈ ഓരോ ബേസ് പെയർസും ഒന്നിൻ്റെ പുറത്തായിട്ട് ഇങ്ങനെ പറ്റിപ്പിടിച്ചിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ ഈ DNA-ക്ക് അതിന് അഡീഷണൽ സ്റ്റെബിലിറ്റി കൂടെ കൊടുക്കുന്നുണ്ട്. അതാണ് ലാസ്റ്റ് പോയിന്റ്. The plane of one base pair stacks over the other in double helix. This in addition to hydrogen bonds confers stability to the stability of the helix. അപ്പോൾ അടുത്ത് നമുക്ക് പഠിക്കാനുള്ളത് സെൻട്രൽ ഡോഗ്മ ഓഫ് മോളിക്കുലർ ബയോളജി. ഇങ്ങനെ തന്നെ നമുക്ക് എൻട്രൻസിനും അതുപോലെ തന്നെ ബോർഡ് എക്സാമിനും ക്വസ്റ്റ്യൻ ചോദിക്കും. ആരാണ് ഈ തിയറി കൊണ്ടുവന്നത്? നമ്മുടെ വാട്സൺ അല്ല, ഫ്രാൻസിസ് ക്രിക്ക് ആണ് ഇത് കൊണ്ടുവന്നിട്ടുള്ളത്. ഇത് ഇത്രയേ ഉള്ളൂ. DNA-യിൽ നിന്ന് RNA ഫോം ചെയ്യുന്നു, RNA-യിൽ നിന്ന് പ്രോട്ടീൻ ഫോം ചെയ്യുന്നു, ഇത്രയേ ഉള്ളൂ സംഭവം. അപ്പോൾ നമ്മുടെ ഇവിടെ ഒരു ചാർട്ട് കാണിക്കുന്നുണ്ട്. DNA-യിൽ നിന്ന് DNA ഉണ്ടാകുന്നുണ്ട്, അത് റെപ്ലിക്കേഷൻ എന്ന് പറയുന്ന പ്രോസസ്സ്. DNA-യിൽ നിന്ന് mRNA മെസ്സഞ്ചർ RNA ഫോം ചെയ്യുന്നു, അത് ട്രാൻസ്ക്രിപ്ഷൻ എന്ന പ്രോസസ്സിലൂടെയാണ്. അതൊക്കെ നമ്മൾ വിശദമായിട്ട് പഠിക്കും കേട്ടോ. mRNA-യിൽ നിന്ന് പ്രോട്ടീൻസ് ഉണ്ടാകുന്നു, ട്രാൻസ്ലേഷൻ എന്ന് പറയുന്ന പ്രോസസ്സ്. അതായത് mRNA-യിൽ നിന്ന് ഒരുപാട് അമിനോ ആസിഡ്സുകൾ ഉണ്ടാകുന്നു, അതാണല്ലോ പ്രോട്ടീൻ. അപ്പോൾ ആ ഒരു പ്രോസസ്സിനെ നമ്മൾ ട്രാൻസ്ലേഷൻ എന്ന് പറയുന്നു. അപ്പോൾ ഇങ്ങനൊരു ക്വസ്റ്റ്യനായിട്ട് തന്നെ നമുക്ക് ചോദിക്കും. ഓക്കെ, എന്നാൽ ചില വൈറസസിന് mRNA-യിൽ നിന്ന് അല്ലെങ്കിൽ RNA-യിൽ നിന്ന് DNA ഫോം ചെയ്യുന്നുണ്ട്. അതായത് തിരിച്ചു വരും, അതായത് ആ ഒരു ആരോ തിരിച്ചു വരും. അതിനെ നമ്മൾ എന്തെന്ന് പറയുന്നു? റിവേഴ്സ് ട്രാൻസ്ക്രിപ്ഷൻ എന്ന് പറയുന്നു. അതുകൂടെ ജസ്റ്റ് ഒന്ന് നോട്ട് ചെയ്ത് വയ്ക്കാം. ഓക്കെ, നെക്സ്റ്റ് വരുന്നത് പാക്കേജിങ് ഓഫ് DNA ഹെലിക്സ് ആണ്. അപ്പോൾ എങ്ങനെയാണ് DNA അറേഞ്ച് ചെയ്തിരിക്കുന്നത് എന്നുള്ളതൊക്കെയാണ് നമുക്കിനി അത് പഠിക്കാൻ പോകുന്നത്. ഇപ്പോൾ ഒരു കാര്യം ഞാൻ പറയാം. നേരത്തെ നമ്മൾ പഠിച്ചു ലെങ്ത് ഓഫ് ദ DNA, അതെന്ന് പറഞ്ഞാൽ നമ്പർ ഓഫ് ബേസ് പെയർസ് എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മൾ പഠിച്ചു അല്ലേ. അപ്പോൾ ഹാപ്ലോയിഡ് കണ്ടൻറ്റിൻ്റെ എത്രയാണ് നമ്മൾ പഠിച്ചു? എത്ര ബേസ് പെയർസ് ഉണ്ട്? എത്ര ബേസ് പെയർസ് ആണ് ഹാപ്ലോയിഡ് കണ്ടൻറ്റിലുള്ളത്? 3.3 × 10⁻⁹. അത് പഠിക്കാൻ ഒരു എളുപ്പ വഴിയുണ്ട്. ഇപ്പോൾ 3.3 തന്നെയാണ്. 3 ചെയ്യുമ്പോൾ 10⁻⁹ കിട്ടും. അപ്പോൾ 10⁻⁹, അങ്ങനെ 3.3 × 10⁻⁹ എന്ന് ഓർത്ത് വയ്ക്കാൻ പറ്റും കേട്ടോ. അത് ഹാപ്ലോയിഡ് കണ്ടൻ്റ് ആണ്. അപ്പോൾ ഡിപ്ലോയിഡ് കണ്ടൻറ്റ് വരുമ്പോഴത്തേന് 6.6 × 10⁻⁹ വരും, ബേസ് പെയർസ് വരും. അപ്പോൾ DNA-യുടെ ലെങ്ത് എന്ന് പറയുന്നത് രണ്ട് ബേസ് പെയർസ് തമ്മിൽ എത്ര ഡിസ്റ്റൻസ് ഉണ്ട് നമ്മൾ പറഞ്ഞു? 0.34 നാനോമീറ്റർ നമ്മൾ പറഞ്ഞു, അല്ലെങ്കിൽ 3.4 ആംസ്ട്രോം എന്ന് നമ്മൾ പറഞ്ഞു. അപ്പോൾ നമ്മുടെ ഈ ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ദ കൺസിക്യൂട്ടീവ് ബേസ് പെയർസ് ഇൻറ്റു നമ്മുടെ ഈ നമ്പർ ഓഫ് ബേസ് പെയർസ്, അതായത് 6.6 × 10⁻⁹. ഇത് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്നത് ഓൾമോസ്റ്റ് 2.2 മീറ്റേഴ്സ് ആണ് വരുന്നത്. പക്ഷേ നമ്മുടെ ന്യൂക്ലിയസ് എന്ന് പറയുന്നത് ശരിക്കും 10⁻⁻6 ഒരു റേഞ്ചിലാണ് നമുക്ക് വരുന്നത്. അത്രയും വലിപ്പമാണ്. അതിനേക്കാളും നീളമുള്ള ഒരു DNA-നെ പിടിച്ച് വെക്കുക എന്ന് പറയുന്നത് വളരെ ബുദ്ധിമുട്ടായിട്ടുള്ള കാര്യമാണല്ലേ. അപ്പോൾ അതിന് നമ്മുടെ സെല്ല് ഒരു പരിപാടിയൊക്കെ ചെയ്ത് വെച്ചിട്ടുണ്ട്. നമ്മുടെ ന്യൂക്ലിയസൊക്കെ അത് പ്രകൃതിയിൽ വന്നിട്ടുള്ളൊരു കാര്യമാണ് അതിൻ്റെ അറേഞ്ച്മെൻറ്റ്സ്. അതൊരു പ്രത്യേക രീതിയിൽ അറേഞ്ച് ചെയ്ത് വെച്ചിരിക്കുകയാണ് ഈ DNA-സിൽ. അതുകൊണ്ട് തന്നെ അത് കറക്റ്റായിട്ട് അവിടെ ഇരിക്കുന്നു. ഇപ്പോൾ ഈ ഹോസ്റ്റലിലൊക്കെ പഠിക്കുന്ന സ്റ്റുഡൻസ് ഉണ്ടെങ്കിൽ അവർക്കറിയാം, വെക്കേഷനൊക്കെ ആകുമ്പോൾ വീട്ടിൽ ഓടിപ്പോകാൻ വേണ്ടിയിട്ട് സാധനങ്ങളും അവരുടെ ഓർണമെൻറ്റ്സും അതുപോലെ തന്നെ അവരുടെ തിങ്സും അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഉണ്ടാവും. അപ്പോൾ ഡ്രസ്സസ്, അപ്പോൾ ഇതെല്ലാം എടുത്ത് വയ്ക്കുമ്പോൾ ചിലപ്പോൾ അവർക്കൊരു നോർമൽ ഒരു കുഞ്ഞു ബാഗിനകത്ത് അവർ വയ്ക്കുന്ന ആ ഒരു രീതിയാണ്. അതിന് കൊള്ളാത്ത സാധനങ്ങൾ ഉണ്ടാകും, പക്ഷേ അവർക്കത് വയ്ക്കാനുള്ള ഒരു എന്താ പറയുക, ഒരു നാക്ക് ഉണ്ട്. അപ്പോൾ ആ വഴി അങ്ങനെ അവർ കറക്റ്റായിട്ട് പ്രോപ്പറായിട്ട് വെച്ച് അവർ വീട്ടിലോട്ട് കൊണ്ടുപോകും. അപ്പോൾ അത് ആ ഒരു പ്രത്യേക രീതിയിൽ അറേഞ്ച് ചെയ്യുന്നു, അത്രയേ ഉള്ളൂ.
അപ്പോൾ അതുപോലെ തന്നെ ഇവിടെ സെല്ലിനകത്തും ന്യൂക്ലിയസിനകത്തും ഈ DNA ഒരു പ്രത്യേക രീതിയിൽ പാക്ക് ചെയ്യുന്നു. ആ പാക്കിംഗ് ആണ് നമ്മൾ പഠിക്കുന്നത്. അപ്പോൾ നമുക്ക് NCERT വരാം. ഞാൻ ഇനി പറഞ്ഞ് ബോറടിപ്പിക്കുന്നില്ല. ബോറടിച്ചോ ഇല്ലല്ലോ? ഓക്കെ. അപ്പോൾ ഫസ്റ്റ് സെൻറ്റൻസ് അത് തന്നെയാണ് പറഞ്ഞിരിക്കുന്നത്. ടേക്കൺ ദ ഡിസ്റ്റൻസ് ബിറ്റ്വീൻ 2 consecutive base pairs as 0.34 nanometer 10⁻⁻⁹. If the length of the DNA double helix in a typical mammalian cell is calculated simply by total number of base pairs with the distance between 2 consecutive pair, ഞാൻ പറഞ്ഞ സംഭവം 6.6 into 10⁻⁹ base pairs into 0.34 into 10⁻⁹. It comes out approximately 2.2 meters, a length that is far greater than the dimension of a typical nucleus. അപ്പോൾ ഒരുപാട് വലുതായിപ്പോയി. ഇൻ പ്രൊക്കാരിയോട്സ്, നമ്മളിപ്പോൾ യുക്കാരിയോട്സിലെ അറേഞ്ച്മെൻറ്റ്സും പ്രൊക്കാരിയോട്സിലെ അറേഞ്ച്മെൻറ്റ്സും ആണ് നമ്മൾ പഠിക്കുന്നത്. DNA എങ്ങനെയാണ് അറേഞ്ച് ചെയ്തിരിക്കുന്നത് എന്നുള്ളത്. പ്രൊക്കാരിയോട്സിൽ നമുക്കറിയാം. പ്രൊക്കാരിയോട്സിനെ പറ്റിയിട്ട് നമുക്ക് എന്തൊക്കെ അറിയാം? ഓൾറെഡി നമ്മൾ ബയോളജി ക്ലാസിഫിക്കേഷനൊക്കെ പഠിച്ചിട്ട് വന്നതാണ്. എന്തൊക്കെ അറിയാം? പ്രൊക്കാരിയോട്സ് എന്ന് പറയുന്നത് പ്രോപ്പറായിട്ടൊരു ന്യൂക്ലിയസ് അവർക്കില്ല. ഒരു മെംബ്രെയിൻ ബൗണ്ട് ആയിട്ടുള്ളൊരു ന്യൂക്ലിയസ് അവർക്കില്ല. അപ്പോൾ സ്വാഭാവികമായിട്ടും നമ്മുടെ ഈ DNA എന്ന് പറയുന്നത് സെൽസിൽ ഇങ്ങനെ പറ്റിപ്പിടിച്ച് ചുമ്മാ വെതറി കിടക്കണം അല്ലേ? കാരണം ന്യൂക്ലിയസ് ഇല്ലല്ലോ, ഇവിടെ ഇരിക്കാൻ സാധനങ്ങളൊന്നും ഇല്ലല്ലോ. അവർ ഇങ്ങനെ ഇപ്പോൾ ഫ്രീ ബേർഡ് ആയില്ലേ, അപ്പം അവരങ്ങനെ പടർന്ന് സ്കാറ്റേർഡ് ആയിട്ട് കിടക്കണം എന്ന് നമ്മൾ പ്രതീക്ഷിക്കും. പക്ഷേ അങ്ങനെയല്ല സംഭവിക്കുന്നത്. പ്രൊക്കാരിയോട്സിൽ ജസ്റ്റ് ഒരു ലൂപ്പായിട്ടാണ് നമ്മുടെ ഈ DNA കിടക്കുന്നത്, റൗണ്ടായിട്ട്. അപ്പോൾ നമ്മുടെ യുക്കാരിയോട്സിലും പ്രൊക്കാരിയോട്സിലും തമ്മിലൊരു വ്യത്യാസമാണത്. പ്രൊക്കാരിയോട്സിൻ്റെ ബെസ്റ്റ് എക്സാമ്പിൾ ബാക്ടീരിയാസ് ആണ്. ഇവിടെ സർക്കുലർ DNA ആണ്, നമുക്കൊക്കെ ആണെങ്കിൽ ലീനിയർ DNA ആണ്. അപ്പോൾ ഇവിടെയാണെങ്കിൽ ഈ DNAs കിടക്കുന്നത് ഒരു പ്രത്യേക അറേഞ്ച്മെൻറ്റ്സ് ആണ്. അതിനെ നമ്മൾ പറയുന്നത്, ആ ഒരു റീജിയനെ നമ്മൾ ന്യൂക്ലിയോയിഡ് എന്ന് പറയും. അത് സ്കാറ്റേർഡ് ആയിട്ടല്ല കിടക്കുന്നത്, ഒരു പർട്ടിക്കുലർ ഏരിയയിൽ ഒരു ലൂപ്പ് ഫോം ചെയ്ത് ഇങ്ങനെ കിടക്കുകയാണ്. അപ്പോൾ ആ ഏരിയൻ നമ്മൾ ന്യൂക്ലിയോയിഡ് എന്ന് പറയും. ഇവിടെ അങ്ങനെ കിടക്കാൻ അവരെ സഹായിക്കുന്ന വേറൊരു ഘടകം എന്ന് പറയുന്നത് ചില സിമ്പിൾ പ്രോട്ടീൻസുകളാണ്. ഈ പ്രോട്ടീൻസും ഈ DNA കൂടി അറ്റാച്ച് ചെയ്ത് അവരവിടെ റൗണ്ടായിട്ട് ഇങ്ങനെ കിടക്കും. ഒരുപാട് സ്കാറ്റേർഡ് അല്ല, ഒരു സ്ഥലത്ത് ന്യൂക്ലിയോയിഡ് എന്ന് പറഞ്ഞ ഏരിയയിൽ അവർ കിടക്കും. ഇത്രയാണ് പ്രൊക്കാരിയോട്സിൽ. അപ്പോൾ നമുക്ക് ആ പാരഗ്രാഫ് നോക്കാം. ഇൻ പ്രൊക്കാരിയോട്സ് സച്ച് as E. coli, അതൊരു ബാക്ടീരിയ ആണ്. Though they do not have a defined nucleus, the DNA is not scattered throughout the cell. DNA being negatively charged is held with some proteins that has positive charge in a region termed as nucleoid. The DNA in nucleoid is organized in small loops held by the proteins. ഞാൻ പറഞ്ഞ സംഭവം തന്നെയല്ലേ? അതെ. അപ്പോൾ ഇനി യുക്കാരിയോട്സിലോട്ട് വരാം. യുക്കാരിയോട്സിൽ വരുമ്പോൾ എന്ത് സംഭവിക്കുന്നു? In eukaryotes, the organization is much more complex. There is a set of positively charged basic proteins called histones. ഞാൻ NCERT വായിക്കുന്നതിന് മുമ്പ് ആ കഥ പറഞ്ഞു തന്നിട്ട് NCERT വായിക്കാം. അതല്ലേ കുറച്ചും കൂടി ബെറ്റർ? യെസ്. അപ്പോൾ ഞാൻ തന്നെ യെസ് പറഞ്ഞല്ലേ? ഓക്കെ. നമ്മൾ പ്രൊക്കാരിയോട്സിൻ്റെ കാര്യം പഠിച്ചു. പ്രോട്ടീൻസ് ഉണ്ട്, അതിൽ നമ്മുടെ DNA കിടക്കുന്നുണ്ട്. ഓക്കെ. ന്യൂക്ലിയോയിഡ് എന്ന് പറഞ്ഞ ഏരിയ ഉണ്ട്, നമ്മളത് പഠിച്ചു. യുക്കാരിയോട്സിൽ വരുമ്പോൾ അവർക്ക് പ്രോപ്പറായിട്ടൊരു ന്യൂക്ലിയസ് ഉണ്ട്, മെംബ്രെയിൻ ബൗണ്ടഡ് ആയിട്ടുള്ള ഓർഗനൽസ് ഉണ്ട്, എല്ലാം ഉണ്ട്. ഇവിടെയും എന്താണ്? പ്രോട്ടീൻസും DNA തമ്മിലാണ് സംഭവം ഇവിടെ ഉള്ളത്. ഇവിടെ നമുക്കൊരു കാര്യം ശ്രദ്ധിക്കേണ്ടത് എന്താണെന്ന് വെച്ചാൽ, ഇവിടെ ഒരു സ്പെഷ്യൽ ടൈപ്പ് പ്രോട്ടീൻസ് കാണപ്പെടുന്നുണ്ട്. ആ പ്രോട്ടീൻസിനെ നമ്മൾ വിളിക്കുന്ന ഒരു സ്റ്റോൺസ് എന്ന് പറയും. അതിനെ വിളിക്കുന്ന പേരാണ് ഹിസ്റ്റോൺസ്. ഈ ഹിസ്റ്റോൺസ് തന്നെ 4 ടൈപ്പ് ഉണ്ട്. അപ്പോൾ അത് നമുക്ക് പഠിക്കേണ്ട. അപ്പോൾ H1A, H2A, H2B, H3, H4 അങ്ങനെ 4 ടൈപ്പാണ് നമുക്ക് ഹിസ്റ്റോൺസുകൾ ഉള്ളത്. അപ്പോൾ ഈ ഹിസ്റ്റോൺസ് പോസിറ്റീവ്ലി ചാർജ്ഡ് ആയിട്ടുള്ള മോളിക്യൂളാണ്. അപ്പോൾ DNA എന്ന് പറയുന്നത് നെഗറ്റീവ്ലി ചാർജ്ഡ് ആയിട്ടുള്ള മോളിക്യൂളാണ്. ഈ പോസിറ്റീവ്ലി ചാർജ്ഡ് എന്ന് പറയുന്നതിൻ്റെ റീസൺ എന്തുകൊണ്ടാണ്? കാര്യം പോസിറ്റീവ്ലി, ഇപ്പോൾ ഈ ഹിസ്റ്റോൺസ് എന്ന് പറയുന്നത് ഈ പ്രോട്ടീൻസുകളാണ്. ഞാൻ പറഞ്ഞു, പ്രോട്ടീൻസ് എന്ന് പറയുമ്പോൾ എന്തുകൊണ്ടാണ് ഉണ്ടാക്കിയിരിക്കുന്നത്? അമിനോ ആസിഡ്സുകൾ കൊണ്ടാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. ഈ അമിനോ ആസിഡ്സ് എന്ന് പറയുമ്പോൾ അസിഡിക് അമിനോ ആസിഡ്സ് ഉണ്ട്, ബേസിക് അമിനോ ആസിഡ്സ് ഉണ്ട്, ന്യൂട്രൽ അമിനോ ആസിഡ്സ് ഉണ്ട്. ഇങ്ങനെ പല അമിനോ ആസിഡ്സ് നമ്മൾ ബയോമോളിക്യൂൾസിൽ ഓൾറെഡി പഠിച്ചിട്ടുണ്ട്. ഈ ബേസിക് അമിനോ ആസിഡ്സുകളാണ് ഇവിടെ ആക്ട് ചെയ്യുന്നത്. എന്തുകൊണ്ടെന്ന് വെച്ചാൽ ഒരു pHലോട്ട് വരുമ്പോൾ ഇപ്പം ബേസിക് ഗ്രൂപ്പുകളാണ് കാണുന്നത്, അതിൻ്റെ സൈഡ് ചെയിൻസ്. ഈ അമിനോ ആസിഡ്സിൻ്റെ സൈഡ് ചെയിൻസ് ബേസിക് ആണെങ്കിൽ എന്താണ് അവിടെ കാണുന്നത്? ഇപ്പം NH2 ആണെങ്കിൽ pHൽ വരുമ്പോഴത്തേന് NH3+ ആയിട്ട് മാറും. അത് പോസിറ്റീവ്ലി ചാർജ് ആയിട്ടുണ്ട്. എന്നാൽ അസിഡിക് ആണെങ്കിൽ അതിൻ്റെ സൈഡ് ചെയിൻ, ഇപ്പോൾ അമിനോ ആസിഡിൻ്റെ സൈഡ് ചെയിൻ എന്ന് പറയുന്നത് COOH ഗ്രൂപ്പുകളാണ്. അത്
അയണൈസ് ചെയ്യുമ്പോഴത്തേനും COO മൈനസ് ആയിട്ട് മാറുന്നുണ്ട്. അത് നെഗറ്റീവ്ലി ചാർജ്ഡ് ആയി, അതുകൊണ്ട് തന്നെ നെഗറ്റീവ് എന്ന് പറയുന്നു. ഇവിടെയുള്ളത് അമിനോ ആസിഡ് ബേസിക്കുകളാണ്, അതുകൊണ്ട് തന്നെ അത് പോസിറ്റീവ്ലി ചാർജ്ഡ് ആയിട്ടുള്ള മോളിക്യൂൾസ് ആണ്. അപ്പോൾ നമുക്ക് ഓർത്ത് വയ്ക്കാനായിട്ട് ജസ്റ്റ് ഇത്രയേ ഉള്ളൂ. DNA എന്ന് പറയുന്നതിൽ N ആലോചിച്ച് വയ്ക്കുക. അതെന്ന് പറയുന്നത് N എന്ന് പറയുന്നത് നെഗറ്റീവ് എന്ന് ഓർത്ത് വയ്ക്കുക. അപ്പോൾ DNA ഈസ് എ നെഗറ്റീവ്ലി ചാർജ് പാർട്ടിക്കിൾ. പ്രോട്ടീൻസ് എന്ന് പറയുന്നത് ജസ്റ്റ് P എന്ന് ഓർത്ത് വയ്ക്കുക. P പ്രോട്ടീൻസ് എന്ന് പറയുന്നത് പോസിറ്റീവ് ചാർജ്. അപ്പോൾ ഇത് ഞാൻ അങ്ങനെ പറഞ്ഞു തരും. നമുക്ക് അങ്ങനെ തന്നെ എടുത്ത് ചോദിക്കും DNA നെഗറ്റീവ് ചാർജ് ആണോ പോസിറ്റീവ് ചാർജ് ആണോ എന്ന ഡയറക്റ്റ് ക്വസ്റ്റ്യൻ ആക്ച്വലി ഇപ്പോൾ ചോദിക്കുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് ഞാൻ ജസ്റ്റ് ഈ ഒരു ട്രിക്ക് പറഞ്ഞു തന്നത്. അപ്പോൾ നമുക്ക് അത്രയും മനസ്സിലായി അല്ലേ? അതായത് ഹിസ്റ്റോൺസിൻ്റെ കാര്യം മനസ്സിലായി. ഹിസ്റ്റോൺസ് എന്ന് പറയുന്നത് ബേസിക് അമിനോ ആസിഡ്സ് കൊണ്ടാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. മെയിനായിട്ട് 2 ബേസിക് അമിനോ ആസിഡ്സുകളാണ് ഇതിനകത്തുള്ളത്, അർജിനിൻ ആൻഡ് ലൈസീൻ. ഈ 2 അമിനോ ആസിഡ്സുകളും പേരുകൾ ഓർത്ത് വയ്ക്കുക. അപ്പോൾ ഈ ഹിസ്റ്റോൺസുകളെല്ലാം ഉണ്ട്. അപ്പോൾ നമ്മളിപ്പോൾ ഇവിടെ മെയിനായിട്ട് ഒക്ടാമർ എന്ന് പറയുന്ന ഒരു സംഭവം ഫോം ചെയ്യും ഈ ഹിസ്റ്റോൺസ് എല്ലാം കൂടി ചേർന്നിട്ട്. എന്ന് വെച്ചാൽ എന്താണ്? ഒക്ടാ മീൻസ് 8. ഇപ്പോൾ ഇതേതാ മാസം? ഇത് നവംബർ ആയില്ലേ, സോറി. ഇപ്പോൾ ഒക്ടോബർ എന്ന് പറയുന്നത് ശരിയാണല്ലോ. ഒക്ടോബർ എന്ന് പറഞ്ഞിട്ട് 8ാമത്തെ മാസമല്ലല്ലോ, അത് 10ാമത്തെ മാസമല്ലേ? ഇതിൻ്റെ ആൻസർ അറിയെങ്കിലും അറിയുമെങ്കിൽ എനിക്ക് പറഞ്ഞൊരു കേട്ടോ. ഒക്ടാ എന്ന് പറയുന്നത് 8 ആണ്, ഒക്ടോബർ എന്ന് പറയുന്നത് 10 ആണല്ലോ. ഓക്കെ, ഞാൻ വെറുതെ കോംപ്ലിക്കേറ്റഡ് ആക്കി, കൺഫ്യൂഷനാക്കി. ഓക്കെ, അപ്പോൾ ഈ ഒക്ടാമർ എന്ന് പറയുന്നത് ഇപ്പോൾ 4 ഹിസ്റ്റോൺ മോളിക്യൂൾസ് രണ്ടും കൂടി ചേർന്ന് ഡൈമർ ആയിട്ടിരിക്കും. അതിനെ നമ്മൾ ഒക്ടാമർ എന്ന് വിളിക്കുന്നു. ഓക്കെ, അപ്പോൾ ഈ ഒക്ടാമറിനെ ജസ്റ്റ് റാപ്പ് ചെയ്തുകൊണ്ട് ആരുണ്ട്? നമ്മുടെ നെഗറ്റീവ്ലി ചാർജ്ഡ് DNA ഉണ്ട്. അപ്പോൾ ഇവർ റാപ്പ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ജസ്റ്റ് എന്താ സൈസ് പിന്നെയും കുറഞ്ഞിട്ടുണ്ട് കേട്ടോ. ഇപ്പോൾ ഈ റാപ്പ് ചെയ്തിരിക്കുന്നതിനെ, അതായത് നമ്മുടെ ഒക്ടാമർ പ്ലസ് നമ്മുടെ DNA നമ്മൾ വിളിക്കുന്നത് ന്യൂക്ലിയോസോംസുകൾ എന്നാണ്. നമ്മളിപ്പോഴും ആലോചിച്ച് വയ്ക്കുക, ന്യൂക്ലിയോസൈഡ് അല്ല, ന്യൂക്ലിയോസോംസുകൾ എന്നാണ്. ക്വസ്റ്റ്യൻ വരുമ്പോൾ ജസ്റ്റ് ന്യൂക്ലിയോസൈഡ് കണ്ടെന്ന് പറഞ്ഞിട്ട് ആകെ കൺഫ്യൂഷൻ അടിച്ച് ന്യൂക്ലിയോസൈഡ് എടുക്കരുത്, ന്യൂക്ലിയോസോമാണ് ഇവിടുത്തെ ആൻസർ. അപ്പോൾ ന്യൂക്ലിയോസോമുകളായിട്ട് മാറിയിട്ടുണ്ട്. അപ്പോൾ അത് കഴിഞ്ഞതിന് ശേഷം ഈ ഒരു ന്യൂക്ലിയോസോമിനകത്ത്, അതായത് ഒരു ഒക്ടാമറിൻ്റെ അകത്ത് ജസ്റ്റ് നമ്മുടെ DNA റാപ്പ് ചെയ്തിരിക്കുന്ന ആ ഒരു ഏരിയയിൽ 200 ബേസ് പെയേഴ്സുകളോളം കാണാൻ പറ്റും. ശരിക്കും 200 അല്ല, 146 ബേസ് പെയേഴ്സുകളാണ് കാണുന്നത്. നമ്മുടെ NCERTയിൽ പോകാം, NCERTയുടെ കൂടെ തന്നെ പോകാം. 200 ബേസ് പെയേഴ്സുകളാണ് കാണാൻ സാധിക്കുന്നത്. അപ്പോൾ ഈ ബേസ് പെയേഴ്സിന് ശേഷം ഇപ്പോൾ എന്തായി? ഈ ന്യൂക്ലിയോസോംസുകൾ, ഇപ്പോൾ കുറേ ന്യൂക്ലിയോസോംസുകളായില്ലേ? ഈ ന്യൂക്ലിയോസോംസ് എല്ലാം കൂടി ജസ്റ്റ് ഇങ്ങനെ കണക്ട് ചെയ്ത് പോകുമ്പോൾ ഇതിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് ക്രൊമാറ്റിൻ. എന്താണ്? ക്രൊമാറ്റിൻ. ഇതിൽ ക്രോമ മീൻസ് കളർ എന്നാണ്. അപ്പോൾ ഇതൊരു ജസ്റ്റ് കളർ സ്റ്റെയിൻ ചെയ്യുന്ന ഒരു മെറ്റീരിയൽ ആയിട്ട് മാറും, ഒരു സബ്സ്റ്റൻസ് ആയിട്ട് മാറും. ഇതിനെ മൈക്രോസ്കോപ്പിൽ കൂടെ നോക്കിക്കഴിഞ്ഞാൽ ബീഡ്സ് ഓൺ സ്ട്രിങ് അപ്പിയറൻസ് ആയിരിക്കും കാണാൻ സാധിക്കുന്നത്. ജസ്റ്റ് മാല കോർത്ത് വെച്ചിട്ട് ഇങ്ങനെ മുത്ത് മാല അങ്ങനെ കിടക്കില്ലേ, അതുപോലെ കാണാൻ സാധിക്കും. അപ്പോൾ ഇപ്പോൾ ഈ ക്രൊമാറ്റിൻ ഫോം ചെയ്തു. ഈ ക്രൊമാറ്റിൻ എന്ത് ചെയ്യും? ഇനിയും കണ്ടൻസ് ചെയ്യും. കണ്ടൻസ് ചെയ്യുന്നത് മെറ്റാഫേസിക് സ്റ്റേജ് എത്തുമ്പോൾ, നമ്മുടെ സെൽ ഡിവിഷൻ പഠിച്ചു, അതിൽ മെറ്റാഫേസ് അറിയാം, മെറ്റാഫേസ് പ്ലേറ്റ് ഒക്കെ ഫോം ചെയ്യൂലേ. ഈ മെറ്റാഫേസ് സ്റ്റേജിലെത്തുമ്പോൾ ഇത് ക്രോമസോംസുകളായിട്ട് മാറും. ക്രൊമാറ്റിൻ കണ്ടൻസ് ചെയ്ത് ക്രോമസോംസുകളായിട്ട് മാറും. അപ്പോൾ ഇതാണ് നമ്മുടെ NCERTയിൽ പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ക്രോമസോംസ് ആയിട്ട് മാറിയതിന് ശേഷം ഈ ക്രോമസോംസ് ആയിട്ട് മാറണമെങ്കിൽ, ക്രൊമാറ്റിനിൽ നിന്ന് ക്രോമസോം ആയിട്ട് മാറണമെങ്കിൽ അവർക്ക് ഇനി കുറച്ച് പ്രോട്ടീൻസിൻ്റെ കൂടെ ആവശ്യം ഇവിടെ ഉണ്ട്. അതായത് ന്യൂക്ലിയോസോം ഫോം ചെയ്യാൻ ഇവിടെ ഹിസ്റ്റോൺ പ്രോട്ടീൻസിൻ്റെ ആവശ്യമുണ്ട്. അത് കഴിഞ്ഞു, ന്യൂക്ലിയോസോംസുകളെല്ലാം ആയി. ഈ ന്യൂക്ലിയോസോംസ് എല്ലാം കൂടി ചേരുമ്പോൾ നമ്മൾ അതിനെ ക്രൊമാറ്റിൻ എന്ന് വിളിക്കും. ഇനി ഈ ക്രൊമാറ്റിൻ കണ്ടൻസ് ചെയ്ത് ക്രോമസോം ആവണമെങ്കിൽ നെക്സ്റ്റ് ഒരു സെറ്റ് പ്രോട്ടീൻസിൻ്റെ കൂടെ ആവശ്യമുണ്ട്. ആ പ്രോട്ടീൻസിനെ വിളിക്കുന്നതാണ് നോൺ ഹിസ്റ്റോൺ ക്രോമസോമൽ പ്രോട്ടീൻസ്, അല്ലെങ്കിൽ NHC പ്രോട്ടീൻസ് എന്ന് പറയും. അപ്പോൾ ഈ NHC പ്രോട്ടീൻസിൻ്റെ സഹായത്തോടെ ഈ ക്രൊമാറ്റിൻ ഫൈബേഴ്സ് എന്ത് ചെയ്യുന്നു? കണ്ടൻസ് ചെയ്ത് ഡെൻസായി ക്രോമസോംസ് ആയിട്ട് മാറുന്നു. ഇത് കൂടുതലും മനസ്സിലാക്കാൻ പറ്റുന്നത് മെറ്റാഫേസ് സ്റ്റേജിൽ വെച്ചിട്ടാണ്. ഓക്കെ, ഇത്രയും മനസ്സിലായല്ലോ. ഇനി ഈ ഒരു അറേഞ്ച്മെൻറ്റ്സ്, ക്രോമസോമിൻ്റെ ഈ ഒരു അറേഞ്ച്മെൻറ്റ്സ് ചില ഏരിയാസിൽ നമ്മൾ നോക്കിക്കഴിയുമ്പോൾ ലൂസ്ലി പാക്ഡ് ആയിട്ട് കാണിക്കും, ചില സൈഡിൽ നോക്കിക്കഴിയുമ്പോഴത്തേന് ഡെൻസ് പാക്ഡ് ആയിട്ട് കാണിക്കും. അപ്പോൾ ഈ ലൂസ്ലി പാക്ഡ് ആയിട്ടുള്ള ഏരിയാസ്, അതിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് യൂക്രൊമാറ്റിൻ അല്ലെങ്കിൽ ട്രൂ ക്രൊമാറ്റിൻ എന്ന് വിളിക്കും. കാരണം ഈ ഒരു ഏരിയ ആണ് ട്രാൻസ്ക്രിപ്ഷനലി ആക്റ്റീവായിട്ട് നിൽക്കുന്ന ഏരിയാസ്. അതുപോലെ തന്നെ ഡെൻസ് ആയിട്ടുള്ള ഏരിയാസിനെ എന്ത് വിളിക്കും?
ഹെട്രോക്രൊമാറ്റിൻ എന്ന് വിളിക്കാം. ഡാർക്ക് സ്റ്റെയിൻഡ് ആണ് അവർ, ഡാർക്ക് കളറിലായിരിക്കും കാണപ്പെടുന്നത്. ഇതിനെ നമ്മൾ ഹെട്രോക്രൊമാറ്റിൻ എന്ന് വിളിക്കും. പക്ഷേ ഇവിടെ ഒരു കാര്യം, ഇവിടെ ട്രാൻസ്ക്രിപ്ഷനിൽ ഇനാക്റ്റീവ് ആണ്, അവർ ട്രാൻസ്ക്രിപ്ഷനിലൊന്നും ആക്ട് ചെയ്യുന്നില്ല. അപ്പോൾ ഇവിടെ ഞാനിത് എടുത്തു പറയാനുള്ള കാര്യം, ഇവിടെ നിങ്ങൾക്കൊരു കൺഫ്യൂഷൻ വരും. ചിലപ്പം ചോദിക്കും ഹെട്രോക്രൊമാറ്റിൻ ട്രാൻസ്ക്രിപ്ഷനിൽ ആക്റ്റീവ് എന്ന് പറയുന്നൊരു ക്വസ്റ്റ്യൻ ചോദിച്ചു കഴിഞ്ഞാൽ ആണോ, ആക്റ്റീവ് ആണോ ഇനാക്റ്റീവ് ആണോ എന്ന് പറഞ്ഞിട്ട് നമ്മൾ പെട്ടെന്ന് കൺഫ്യൂഷൻ ആവില്ലേ. NCERT ഈ ബുക്കൊക്കെ ഇങ്ങനെ ആലോചിച്ചു അല്ല ഈ പേജിൽ ആക്റ്റീവ് ആണോ ഇനാക്റ്റീവ് ആണോ എന്നൊക്കെ ഇന്ന് ആലോചിച്ച് നോക്കും. അപ്പോൾ ആ ഒരു കൺഫ്യൂഷൻ വരുത്തരുത്, അതിന് വേണ്ടിയിട്ടാണ് ഞാൻ എടുത്തു പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഇത്രയത്തോടെ നമ്മുടെ ഈ ഒരു പോർഷൻ, സോറി ഞാൻ NCERT വായിച്ചില്ല, മറന്നുപോയി ദൈവമേ. അപ്പം in eukaryotes, this organization is much more complex. There is a set of positively charged basic proteins called histones. A protein acquires charge depending upon the abundance of amino acid residues which charge side chains. അതായത് ആ അമിനോ ആസിഡിൻ്റെ സൈഡിൽ ഏത് ഗ്രൂപ്പാണോ ഇരിക്കുന്നത് അതിനനുസരിച്ചാണ് ആ അമിനോ ആസിഡ് അസിഡിക് ആണോ ബേസിക് ആണോ ന്യൂട്രൽ ആണോ എന്ന് ഡിസൈഡ് ചെയ്യുന്നത്. ഓക്കെ, ഹിസ്റ്റോൺസ് ആർ റിച്ച് ഇൻ ബേസിക് അമിനോ ആസിഡ് റെസിഡ്യൂസ് ലൈസിൻസ് ആൻഡ് ആർജിനിൻ. ഇപ്പം തന്നെ മാർക്ക് ചെയ്തോ, ലൈസിൻസ് ആൻഡ് ആർജിനിൻസ്. ബോത്ത് ദ അമിനോ ആസിഡ് റെസിഡ്യൂസ് ക്യാരി പോസിറ്റീവ് ചാർജ് ഇൻ their side chains. Histones are organized to form a unit of 8 molecules called histone octamer. The negatively charged DNA is wrapped around the positively charged histone octamer to form a structure called nucleosome. ഓക്കെ, മനസ്സിലായല്ലോ. അതായത് നമ്മുടെ ഒക്ടാമറിന് ചുറ്റും DNA എന്ത് ചെയ്യുന്നു, റാപ്പ് ചെയ്ത് കവർ ചെയ്ത് പോകുന്നു. അതിനെ പറയുന്ന ഇനി നമ്മൾ വിളിക്കുന്ന പേരാണ് ന്യൂക്ലിയോസോം. A typical nucleosome contains 200 base pairs of DNA helix. Nucleosomes constitute the repeating unit of a structure in nucleus called chromatin. Thread-like stranded colored bodies seen in nucleus. The nucleosomes in chromatin are seen as beads on string. അപ്പോൾ ക്രൊമാറ്റിനിൽ ഇത് കാണുന്നത് എങ്ങനെയാണ്, ബീഡ്സ് ഓൺ സ്ട്രിങ്. ഒരു സ്ട്രിങ് ഉണ്ട്, ബീഡ് ഉണ്ട്, സ്ട്രിങ് ഉണ്ട്, ബീഡ് ഉണ്ട്. ജസ്റ്റ് ഒരു മാല ഓർത്ത് വെച്ചാൽ, അതൊരു മുത്തുമാല ഓർത്ത് വെച്ചാൽ മതി, അതുപോലെ കാണാൻ സാധിക്കും. ഓക്കെ, the beads on string structure in chromatin is packaged to form chromatin fibers that are further coiled and condensed at metaphase stage of the cell division to form chromosomes. The packaging of chromatin at higher level requires additional set of proteins that collectively are called as non-histone chromosomal proteins. അതായത് ഇപ്പോൾ ഈ ക്രോമസോംസ് ഫോം ചെയ്യണമെങ്കിൽ അവർക്ക് ആരാവശ്യമാണ്, നോൺ ഹിസ്റ്റോൺ പ്രോട്ടീൻ കോംപ്ലക്സ് ആവശ്യമാണ്. ക്രോമാറ്റിനും ഈ നോൺ ഹിസ്റ്റോൺ പ്രോട്ടീൻസും കൂടി ചേർന്നിട്ടാണ് എന്ത് ഫോം ചെയ്യുന്ന, ക്രോമസോംസ് ഫോം ചെയ്തിരിക്കുന്നത്. ഇൻ എ ടിപ്പിക്കൽ ന്യൂക്ലിയസ് സം റീജിയൻ ഓഫ് ദ ക്രോമാറ്റിൻ ആർ ലൂസ്ലി പാക്ഡ് ആൻഡ് സ്റ്റെയിൻസ് ലൈറ്റ് and are referred to as euchromatin. The chromatin that is more densely packed and stains dark are called as heterochromatin. Euchromatin is said to be transcriptionally active chromatin, whereas heterochromatin is inactive. അപ്പോൾ മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു, ഞാൻ കുറച്ച് നന്നായിട്ട് എടുത്തു എന്ന് വിശ്വസിക്കുന്നു. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ എൻ്റെ അടുത്ത് ചോദിക്കുക. ഫേസ്ബുക്ക്, ടെലഗ്രാം, ഇൻസ്റ്റാഗ്രാം, യുവർ ക്വാറന്റൈൻ ടീച്ചർ. താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ് ദിസ് വീഡിയോ. ബൈ.